നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ നടത്തി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും ഏകോപിച്ച് പ്രവർത്തിക്കുന്നതിനും വിവിധ വകുപ്പുകൾ സജ്ജമാണെന്ന് സബ് കളക്ടർ. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7-ന് തേക്കിൻകാട് മൈതാനിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടുന്നതിനും അത്തരം സാഹചര്യങ്ങളിൽ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് ഏകോപനം ഉറപ്പാക്കുന്നതിനുമായി തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത മോക്ക് ഡ്രിൽ നടത്തി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും ഏകോപിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനും വിവിധ വകുപ്പുകൾ സജ്ജമാണെന്ന് മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകിയ സബ് കളക്ടർ അഖിൽ വി മേനോൻ പറഞ്ഞു. പൂരം മൈതാനിയിലെ രക്ഷാപ്രവർത്തന സാമഗ്രികളുടെ പ്രവർത്തനവും പ്രവർത്തനക്ഷമതയും രക്ഷാപ്രവർത്തന വഴികളും കൃത്യമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനും വാഹനങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ സജ്ജമാക്കിക്കൊണ്ടായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. തെക്കേ ഗോപുരനടയിൽ ചെറിയ തീപിടുത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് തീപിടുത്ത സാഹചര്യങ്ങളിലെ രക്ഷാപ്രവർത്തനമായിരുന്നു മോക്ക് ഡ്രില്ലിലൂടെ അവതരിപ്പിച്ചത്. തേക്കിൻകാട് മൈതാനിക്ക് ചുറ്റുമായി സ്ഥാപിച്ച ഹൈഡ്രന്റുകളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ദൂരേക്ക് വെള്ളം പമ്പ് ചെയ്ത് തീയണച്ചു. ഫയർ എഞ്ചിനുകൾ എത്തേണ്ട സാഹചര്യങ്ങളിലെ വഴികളും പരിശോധിച്ചു. ആൾക്കൂട്ടത്തിരക്ക്, കുഴഞ്ഞുവീഴൽ തുടങ്ങിയ സാഹചര്യങ്ങളിലെ അടിയന്തര പ്രവർത്തനങ്ങളും മോക്ക് ഡ്രില്ലിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആപ്തമിത്ര, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, ആരോഗ്യവകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കേരള വാട്ടർ അതോറിറ്റി, PRD, സോഷ്യൽ ഫോറസ്ട്രി, തൃശൂർ കോർപ്പറേഷൻ, തൃശൂർ താലൂക്ക് എന്നീ വകുപ്പുകൾ മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായി. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7-ന് തേക്കിൻകാട് മൈതാനിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് സാമ്പിൾ കാണാൻ അവസരം ഒരുക്കും. ഇത്തവണ തിരുവമ്പാടി ദേവസ്വമാണ് സാമ്പിളിന് തിരികൊളുത്തുക. തിരുവമ്പാടിക്കായി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിനായി ബിനോയ് ജേക്കബുമാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. വെടിക്കെട്ടിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇരുവിഭാഗങ്ങളുടെയും ചമയ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവ് അഗ്രശാലയിലും തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് ചമയങ്ങൾ പ്രദർശിപ്പിക്കുക. നെറ്റിപ്പട്ടങ്ങൾ, ആലവട്ടം, വെഞ്ചാമരം, വർണ്ണക്കുട തുടങ്ങി ചമയങ്ങളും പ്രദർശനത്തിന് ഉണ്ടാകും. ഇന്നും നാളെയും പ്രദർശനം തുടരും. CPI മാള ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ അണികൾക്ക് എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടായിട്ടുണ്ടോ? അവകാശം ഉണ്ടായില്ല. ഈ DCC പ്രസിഡന്റിനെയും ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ നൂലിക്കെട്ടി ഇറക്കിയ ഒരാളാണ്. ഡൽഹിയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആവുക, നിങ്ങൾ ജില്ലാ പ്രസിഡന്റ് ആവുക, നിങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് ആവുക, നിങ്ങൾ മണ്ഡലം പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ എന്തു വേണമെങ്കിലാവും എന്നുള്ളത് ഡൽഹി തീരുമാനിക്കുന്നിടത്തേക്കാണ് അവരുടെ ജനാധിപത്യം. അപ്പൊ ജനാധിപത്യ പാർട്ടികൾ എന്നൊക്കെ പറയുന്നവരുടെ യഥാർത്ഥ ജനാധിപത്യത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. VM വത്സൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ, VR സുനിൽകുമാർ MLA, മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, TN വേണു, AA ഹക്കിം എന്നിവർ സംസാരിച്ചു. MK ബാബു, ബിന്ദു ബാബു, PK വിശ്വംഭരൻ, ബൈജു മണന്തറ, VS ഗോപാലകൃഷ്ണൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. SFI ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പറവൂർ ടൗണിൽ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചേന്നമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് മുനിസിപ്പൽ പാർക്കിൽ നടന്ന പൊതുസമ്മേളനത്തിൽ SFI ഏരിയ പ്രസിഡന്റ് KA അതുൽജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന കമ്മിറ്റി അംഗം സേതുപതി, CPM ഏരിയ സെക്രട്ടറി TV നിധിൻ, PK സോമൻ, PP അജിത് കുമാർ, M രാഹുൽ, ആദിൽ സുകുമാരൻ, ആൽബർട്ടോ എന്നിവർ സംസാരിച്ചു. സംഘടനാ സമ്മേളനങ്ങൾ നമ്മുടെ രാജ്യത്താകെ നടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറവൂരിലെ സമര വിദ്യാർത്ഥിത്വത്തിൻ്റെ സമ്മേളനം നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ സമ്മേളനത്തിന് ആവേശം പകർന്നാണ് പരവൂരിലെ വിദ്യാർത്ഥി സഖാക്കൾ ഇവിടെ പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി സമ്മേളിക്കുന്നത്. ഓടുന്ന ബസ്സിൽ യാത്രക്കാരിയായ യുവതിയുടെ നേരെ ലൈംഗികാതിക്രമം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ പിടികൂടി. മാളാപ്പള്ളിപ്പുറം തേമാലിപ്പറമ്പിൽ അനീഷിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുന്നംകുളം വെളിയങ്കോട് റൂട്ടിലെ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത വെളിയങ്കോട് സ്വദേശിയായ യുവതിയെ ഇയാൾ സീറ്റിന്റെ പിറകിലിരുന്ന് കയറിപ്പിടിക്കുകയായിരുന്നു. യുവതി പ്രതികരിച്ചപ്പോൾ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പിടിച്ച് വടക്കേക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. SI-മാരായ PS സാബു, CN ഗോപിനാഥൻ, PA സുധീർ, CPO-മാരായ KC ബിനീഷ്, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ നടത്തി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും ഏകോപിച്ച് പ്രവർത്തിക്കുന്നതിനും വിവിധ വകുപ്പുകൾ സജ്ജമാണെന്ന് സബ് കളക്ടർ. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7-ന് തേക്കിൻകാട് മൈതാനിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.